ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ സത്യത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വലിയൊരു സത്യം നിങ്ങളുടെ മുന്നിൽ വരുവാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ രണ്ട് രൂപങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. ആ ഒരു രൂപം എന്താണെന്ന്, ആ ഒരു സത്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കാൻ പോവുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ല. ദൈവം ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി ലേയേഴ്സ് ഉള്ള ആളാണ് നിങ്ങളും. നിങ്ങളുടെ ആ ഒരു രൂപം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ ഒരു ലെയർ മെയിനായിട്ട് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ലെയർ ഉള്ളത്. ഇവിടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിൽ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലെയേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആ ഒരു ലെയർ മാറുമ്പോഴാണ് നിങ്ങളുടെ ആ വ്യക്തിത്വം നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാവത്തില്ല. നിങ്ങളുടെ ആ ഒരു ലെയറിനുള്ളിലാണ് ആ ഒരു വ്യക്തിത്വം. ഈശ്വരനും സമയവും നിങ്ങളുടെ ഫേവർ ആകുമ്പോഴാണ് ആ വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു എനർജി എന്താണോ അതിനെക്കുറിച്ചാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റിയലിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി എത്രത്തോളം സ്ട്രോങ് ആണ്, നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. നിങ്ങൾ ആ ഒരു വ്യക്തിയാണ്, അതായത് പറയുന്നതിനെയും കാട്ടി കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്ന വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ് കാണിക്കത്തില്ല. നിങ്ങളുടെ ആക്ഷനിലൂടെയാണ് നിങ്ങൾ പല കാര്യങ്ങളും കാണിക്കുന്നത്. അതായത് ഒരു വ്യക്തിയോട് ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അങ്ങനെ പറയാതെ നിങ്ങൾ എടുക്കുന്ന ആക്ഷനിലൂടെ ആ വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹൃദയവും മനസ്സും ഒരു കുതിര പോകും പോലെ അത്രയ്ക്ക് സ്പീഡിലാണ് പോകുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരാം, ഞാൻ എന്ത് ചെയ്യണം ഇതിന് പുറത്ത് വരാൻ വേണ്ടി, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ഹോഴ്സിനെ പോലെ സ്പീഡിൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഇങ്ങനെ ചിന്തിക്കും, എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ. മറ്റുള്ളവർ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും വച്ച് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിന് മുന്നേ വരെ ഒന്നും ചെയ്യാൻ അറിയില്ലാത്തവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുമ്പോൾ എങ്ങനെയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ഈ ഒരു മൂമെൻറ്റ് ശരിയാകും, ഈ ഒരു മൂമെൻറ്റ് എടുത്ത് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾ മോശം സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധി കൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ലെയേഴ്സ് ഉണ്ട്. അതെല്ലാം മറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾക്കും അറിയത്തില്ല, ഈ ലോകത്തിലുള്ളവർക്കും അറിയത്തില്ല. പക്ഷേ സമയം വരുമ്പോൾ, സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുമ്പോൾ ആ ഒരു മറ നീക്കി നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം പുറത്ത് വരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് എനിക്ക് ഇങ്ങനെയും ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നോ എന്ന്. ഇവിടെ സമയം ഓരോ ലെയേഴ്സിനെ നിങ്ങളുടെ മുന്നിൽ മാറ്റി തന്നിട്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ കാണിച്ചു തരുന്നതാണ്. ആ ഒരു സമയം അനുസരിച്ച് നിങ്ങളുടെ ഓരോ ലെയറായിട്ട് മാറുന്നതുമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ബുദ്ധിയിൽ വച്ചേക്ക്. ഇതുവരെ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ പോവുകയാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾ നല്ലൊരു ഹീലറാണ്, നിങ്ങൾ നല്ലൊരു ലീഡറാണ്. നിങ്ങളുടെ ആ ഒരു ഹീലിങ്ങിലൂടെ പല ആൾക്കാർക്കും നല്ല ഒരു ശാന്തിയും സമാധാനം ലഭിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളറിയാത്ത പല കഴിവുകളുമുണ്ട്. ഇവിടെ ആരും നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ പെയിൻ, ചില ആൾക്കാരുടെ വിഷമം അത് ആരോടും ഷെയർ ചെയ്യത്തില്ല, മനസ്സിൽ തന്നെ വച്ചേക്കും. പക്ഷേ നിങ്ങൾക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ അവർ പറയാതെ തന്നെ അവരുടെ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ കഴിവുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ആരോടും പറയത്തില്ല, നിങ്ങൾ ഈശ്വരനോടാണ് പറയുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ മറ്റുള്ളവർക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിനേം കാട്ടി ഈശ്വരനോട് പറയും എൻ്റെ വിഷമങ്ങളെല്ലാം എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു. നിങ്ങളുടെ ആ ഒരു മൗന അവസ്ഥ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ വിഷമം കാരണം നിങ്ങൾ മൗനമായിട്ടിരുന്നു പല സിറ്റുവേഷനിലും. ആ ഒരു മൗനാവസ്ഥ ഈശ്വരൻ കണ്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി
ഒത്തിരി മൗന അവസ്ഥയിലിരുന്നവരാണ്. ചില സമയം നിങ്ങൾ പറയും ഈശോനോട്, ദൈവമേ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ ആൾക്കാർ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അങ്ങനെയും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മൗനമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരോടും ഒന്നും പറയണ്ട, ചിലപ്പോൾ ഈശോനോടും ഒന്നും പറയണ്ട എന്നൊരവസ്ഥയിൽ നിങ്ങൾ മാറിയിട്ടുണ്ട്. വേണ്ട, എന്തിനും ആവശ്യമില്ല ഈശോനോട് പറയുന്ന, ആരും എൻ്റെ വിഷമം കേൾക്കത്തില്ല, ഞാൻ ഈ പറയുന്നത് മാത്രം തന്നെയാണ് മിച്ചം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. ഒരു സമയം നിങ്ങളുടെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റൊരാൾക്ക്, ഇവർക്ക് രാത്രി ഉറക്കമില്ല, ഇവർ എന്തോ വിഷമം അനുഭവിക്കുന്നുണ്ട്. കണ്ണൊക്കെ കുഴിഞ്ഞ് കണ്ണിൻ്റെ ചുറ്റും കറുത്ത പാടുകളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ അത്രമാത്രം വിഷമം അനുഭവിക്കുന്നവരാണ് എന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. ആ ഒരു അവസ്ഥ വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര കരഞ്ഞിട്ടും നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന് മറ്റൊരാൾ വാല്യൂ തന്നില്ല. അതായത് നിങ്ങൾ എത്ര തന്നെ മറ്റൊരാളുടെ മുന്നിൽ പറഞ്ഞാലും കരഞ്ഞാലും അവർ ആ ഒരു പെയിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്, നിങ്ങളുടെ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ മറ്റുള്ളവർ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും തരാതെ പോയപ്പോൾ നിങ്ങൾ വിചാരിച്ചു, ഈ ലോകം എൻ്റേതല്ല, ഈ ലോകത്തിലുള്ളവർ എൻ്റെ ആരുമല്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിന് ഈ ലോകത്ത് ജീവിക്കണം? അങ്ങനെ വരെ നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു സമയം. അതായത് ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വേദന സഹിക്കുന്നതിനപ്പുറം ഞാൻ എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി മുക്തി നേടുന്നതാണ് നല്ലത് എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും വേറെ ആരുമല്ല നിങ്ങളെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ദൈവം ആരാണോ അവരാണ് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇവിടെ പല സമയത്തും നിങ്ങൾക്ക് പല രീതിയിലുള്ള സൈൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈശ്വരൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ലൈഫ് എപ്പോഴാണ് ചേഞ്ച് ആവുന്നത് നമുക്കറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഈശ്വരൻ സമാധാനിപ്പിക്കും, നീ ഇപ്പോൾ വിഷമിക്കാതിരി, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സമയം മാറുന്നതാണ്, അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കുക എന്ന് ഈശ്വരൻ എപ്പോഴും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഏതെങ്കിലും വീഡിയോ മുഖേനയോ ഏതെങ്കിലും സൈൻ മുഖേനയോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് ഫീലായിട്ടുമുണ്ട് ഈശ്വരനുണ്ട് എൻ്റെ കൂടെ എന്ന്. ഇവിടെ നിങ്ങൾ ചിരിക്കുന്നത് കുറഞ്ഞ് ആണ് ലൈഫിൽ, കൂടുതലും കരയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ ചിരിച്ചത് കുറച്ചും കരഞ്ഞതാണ് ഏറ്റവും കൂടുതലും. കാരണം മറ്റുള്ളവർ അത്രമാത്രമാണ് നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും തരാതെ നിങ്ങളെ ഒരുമാതിരി വിഷമിപ്പിച്ചത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ചില സമയം ഇമോഷണൽ ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇമോഷണലായ സമയത്ത് മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ യൂസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. മുന്നേ അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി ഉണ്ട്, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിവർത്തനം വന്നാൽ പിന്നെ നിങ്ങൾ പഴയ ആ ഒരു രൂപത്തിൽ ഒരിക്കലും ഇനി തിരിച്ചു പോകത്തില്ല എന്ന്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ തരും. നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും നിങ്ങളുടെ ആ ഒരു വഴിയെ നല്ല രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ തരും. നമ്മൾ മൃതപ്രായ അവസ്ഥ ആവത്തില്ലേ, അതായത് നല്ല വയസ്സാവുന്ന അവസ്ഥ, ആ അവസ്ഥ വരെ നമ്മുടെ ആ ഒരു ലൈഫിൽ നമുക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിക്കും നമുക്ക് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ആക്കാൻ വേണ്ടി. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നു, മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു. അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ ആയതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി ദുഃഖത്തിൽ ആണ് എങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവരുടെ മൈൻഡിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ആക്കുന്നതാണ്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വേദന എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഓപ്പോസിറ്റ് ഒരു വ്യക്തി അവരുടെ വിഷമം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വേദന നോക്കാതെ അവരുടെ വേദന എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിൽ അവർക്ക് പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ.
ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ദുഃഖം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക മറ്റുള്ളവരുടെ ദുഃഖം നിങ്ങളെക്കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾ തീർക്കാം. നിങ്ങളുടെ കർമ്മം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണം. അതായത് നിങ്ങൾ എത്ര ദുഃഖത്തിലാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ വേദനകൾ മാറ്റുന്നവരായി മാറിയാൽ നിങ്ങളുടെ വേദന ഉറപ്പായിട്ടും ഈശ്വരൻ കാണുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ എന്താണ് മോശം ചെയ്തത് അത് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ആ ഒരു വേദനയെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈശ്വരൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതി. അങ്ങനെ നിങ്ങൾ ജീവിച്ചു പോവുക മുന്നോട്ട് സന്തോഷത്തോടെ. ഇവിടെ നിങ്ങളെ സ്വയം നിങ്ങൾ ഡിസ്കവർ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഡിസ്കവർ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡിസയർ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്താണ്, അതിനെക്കുറിച്ച് പോലും അറിയത്തില്ല. എന്താണ് നിങ്ങളുടെ ഇഷ്ടം, എന്താണ് നിങ്ങളുടെ അനിഷ്ടമെന്ന്. ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലായ്മ അറിയായിരിക്കാം, പക്ഷെ ഇഷ്ടം ഉള്ളത് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് ആധ്യാത്മികമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ വരാൻ സാധിച്ചത്. അത്രമാത്രം സ്പിരിച്വലാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് എപ്പോഴും രാത്രിയും പകലും ഉച്ചയ്ക്ക് എപ്പോഴും പൂജകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വലാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ ഒത്തിരി പൂജകളോ ഒത്തിരി മന്ത്രങ്ങളോ ഒന്നും ഉച്ചരിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെയാണ്. ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇവിടെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവരെ പോലെ എപ്പോഴും പൂജയും എല്ലാം ചെയ്യുക, 2 നേരവും 3 നേരവും ഒക്കെ പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലല്ല നിങ്ങൾ. നിങ്ങളുടേതായ ഇത് വിഭിന്നമായിട്ടുള്ള രീതിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ധ്യാന അവസ്ഥ ഉണ്ട്. ആ ഒരു ധ്യാനാവസ്ഥ എപ്പോഴും കുടികൊള്ളുന്നത് സത്യത്തിന് വേണ്ടിയാണ്. ഇവിടെ നിങ്ങളെപ്പോഴും ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നെ സഹായിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ. നിങ്ങൾ ശൂന്യത്തിൻ്റെ ആ ഒരു സ്ഥിതിയിൽ വന്നപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും ഈ ഒരു എനർജിയിൽ നിങ്ങൾ വന്നതും. കാരണം ഒത്തിരി വേദനകളും വിഷമങ്ങളും സഹിച്ചവർക്കേ ഈ ഒരു അവസ്ഥയിൽ വരാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം വേദനകളാണ് നിങ്ങൾ സഹിച്ചത് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളെപ്പോഴും നല്ല കർമ്മത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളെപ്പോഴും വിചാരിക്കുന്ന നിങ്ങൾ മൂലം വേറൊരാൾക്ക് ഒരു ഹാനിയും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം ദൈവത്തിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും ചോദിക്കത്തില്ല ദൈവത്തിൻ്റെ അടുത്തെത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന്. ദൈവത്തിൻ്റെ അടുത്തെത്താൻ ഒന്നും ചെയ്യേണ്ട, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 7 ചക്ര ആക്റ്റീവ് ആവത്തില്ല, അപ്പോൾ ഉള്ള ആ ഒരു എനർജിയാണ് ഈ ഒരു എനർജി. അതായത് നിങ്ങളുടെ ആ ഒരു 7 ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും, ഇത് ഞാനാണോ ചെയ്തത് എന്ന്. അങ്ങനൊരു സംശയം തോന്നാറുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കൂടെ ഈശ്വരൻ്റെ ആ ഒരു പവറുണ്ട്. ഈശ്വരൻ ആ ഒരു അദൃശ്യ കരങ്ങളാൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത്. നിങ്ങൾക്ക് ചില സമയവും ഫീലായിട്ടുണ്ട്, എൻ്റെ കൂടെ ഒരു അദൃശ്യ ശക്തിയുണ്ട്, ആ ഒരു അദൃശ്യ ശക്തി എന്നെക്കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഫീലായിട്ടുണ്ട്. ഈ ഒരു ഊർജ്ജം എന്ന് പറയുന്ന മരണത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഊർജ്ജമാണ് ഇത്. നിങ്ങളെക്കൊണ്ട് നല്ലത് ചെയ്യിപ്പിച്ച് നിങ്ങളെ നല്ല വഴിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു ഊർജ്ജം. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഊർജ്ജത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ നല്ല കർമ്മം എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് കുറേ നാളായിട്ട് ഒരു ന്യായം ലഭിക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ന്യായം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചാൽ നിങ്ങൾ തിരികെ ഒന്നും പറയണ്ട, നിങ്ങൾ മൗനമായിട്ടിരിക്കുക. നിങ്ങളുടെ ആ ഒരു മൗനം അവർ ചെയ്തതിൻ്റെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം കൊടുത്തോളും. ഇവിടെ 2 ഊർജ്ജം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ 2 ഊർജ്ജം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം അവർ എപ്പോഴും നിങ്ങളെ ഫീലാക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട എന്നുള്ള രീതിയിൽ.
ഇവിടെ ചില സമയങ്ങളിൽ നമ്മുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ വളരെ നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എല്ലാവരും നമുക്ക് എതിരാണ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എത്ര തന്നെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആണെങ്കിലും ചില സമയം നിങ്ങൾ നെഗറ്റീവ് ആവും. നിങ്ങൾ വിചാരിക്കും ആരുമില്ല എന്ന്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അത്രത്തോളം സേഫും സുരക്ഷിതരായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. യൂണിവേഴ്സിൻ്റെ ആ ഒരു സുരക്ഷാ വലയത്തിലാണ് നിങ്ങളുള്ളത്. പിന്നെ എന്തിന് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കണം എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ആ ഒരു വാതിലുണ്ട്. ആ ഒരു വാതിലിൽ നിങ്ങൾ എൻ്ററായി കഴിഞ്ഞു. പിന്നെ എന്തിന് നിങ്ങൾ വിഷമിക്കണം? ഈ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു റൂമിൽ നിങ്ങൾ എൻ്ററായതുകൊണ്ട് തന്നെ ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്ത നിങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഇനി ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മോശം വരുത്തുവാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട. കാരണം യൂണിവേഴ്സിൻ്റെ കൈകളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഒത്തിരി സർപ്രൈസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ച് വച്ചിട്ടുണ്ട്. ഓരോ സമയം ആകുമ്പോൾ ആ സർപ്രൈസ് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ ഒരു മാസം മുന്നേ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇത്രയും വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് എന്ന്. അങ്ങനെ ഒരു സന്തോഷമായിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിൻ്റെ അനന്തകാലമായിട്ടുള്ള ആ ഒരു സപ്പോർട്ടും കൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പവറിലിരിക്കാൻ ശ്രമിക്കുക. സ്വയം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സുരക്ഷിതത്വം നേരത്തെ തന്നെ യൂണിവേഴ്സ് റെഡിയാക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ഏതെങ്കിലും രൂപത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു സുരക്ഷ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിൽ ഒത്തിരി കാര്യങ്ങൾ ഏൺ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഹെൽപ്ലെസ് അല്ല. സ്വയം നിങ്ങളെ ഹെൽപ്ലെസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഫീലാക്കുകയും ചെയ്യരുത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഓരോ കാൽവയ്പിലും ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ആരും നിങ്ങളുടെ കൂടെ നിന്നാലും നിന്നില്ലെങ്കിലും ഈശ്വരൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തുറന്ന ആകാശത്തിൻ്റെ താഴെ പോയി നിൽക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾ ആകാശത്ത് നോക്കി ഒന്നും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവം നിങ്ങൾക്കൊരു മാനസിക ശാന്തി തരുന്നതാണ്. ഇനി നിങ്ങൾ ദേഷ്യമായിട്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു ദേഷ്യം തണുപ്പിക്കാനും ഇതേ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും തുറന്ന ആകാശത്തിൻ്റെ താഴെ പോയി നിൽക്കുക. നിങ്ങളുടെ ദേഷ്യം പോലും തണുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിലെ എന്ത് വിഷമമായിക്കൊള്ളട്ടെ, നിങ്ങൾ തുറന്ന ആകാശത്ത് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മാറുന്നതായിട്ടൊരു ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനെക്കുറിച്ച് ആലോചിച്ചും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ആലോചിച്ചും ചില നെഗറ്റീവ് ചിന്തകൾ വയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ നിന്ന് കളയുക. ഇവിടെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഒന്നും നെഗറ്റീവ് സംഭവിക്കത്തില്ല. കാരണം നിങ്ങൾ എത്രത്തോളം സമാധാനവും സന്തോഷമായിട്ടിരിക്കുക അത്രത്തോളം പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവായിട്ടിരിക്കുമോ അത്രത്തോളം നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും. ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ലക്ക് അവരുടെ സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റി അവർക്ക് കിട്ടും. അതൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ കാണുക. കാരണം ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഈ റെസ്പോൺസിബിലിറ്റി തന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ഈ റെസ്പോൺസിബിലിറ്റി തന്നേക്കുന്നത്. ഇവിടെ നിങ്ങളെ ദൈവം സെലക്ട് ചെയ്തേക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾ എന്തിന് പേടിക്കണം? അപ്പോൾ ദൈവം നിങ്ങളെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കുറച്ച് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭാഗ്യമായിട്ട് കരുതുക. കാരണം നിങ്ങളെ കൊണ്ട് എന്തോ നല്ല കാര്യം ചെയ്യാനാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് ആരെന്തൊക്കെ ചെയ്താലും അവർ ഉറപ്പായിട്ടും ഈശ്വരൻ്റെ കണ്ണിൽ പെടുക തന്നെ ചെയ്യും. അവർക്ക് അവരുടെ ആ ഒരു ചെയ്യുന്നതിൻ്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾക്കൊരു ഹാനിയും ഉണ്ടാവത്തില്ല. കാരണം ഈശ്വരൻ്റെ ആ ഒരു സുരക്ഷിത വലയം നിങ്ങളുടെ മേലുണ്ട്.
ഇവിടെ നിങ്ങളുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ വീട്ടിലോ തന്നെ ചില മോശം എനർജി ഉണ്ട്. പക്ഷെ ആ ഒരു മോശം എനർജി നിങ്ങളുടെ ഹാനിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം അതിനുള്ള സുരക്ഷ നേരത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഹാനിയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ചുറ്റിലുമുള്ള പോസിറ്റിവിറ്റി കാരണം നെഗറ്റിവിറ്റിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ സേഫായിട്ടിരിക്കാൻ വേണ്ടി പല പോയിന്റും ദൈവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നു. കാരണം സ്വയം ദൈവം തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? ഇവിടെ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു പോർട്ടലിൽ എൻ്റർ ആയിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ആരും തന്നെ മോശം വരുത്തുവാൻ പറ്റത്തില്ല. കാരണം ഏഞ്ചൽസും യൂണിവേഴ്സും നിങ്ങളെ രക്ഷ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ അതെല്ലാം ദൈവം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വ്യക്തി മുഖേനോ അല്ലെങ്കിൽ വീഡിയോ ത്രൂവോ ഇമേജ് ത്രൂവോ ഏതെങ്കിലും രീതിയിൽ ആ കൺഫ്യൂഷൻ എല്ലാം ദൈവം നിങ്ങൾക്ക് തീർത്ത് തരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻ എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളെ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തോന്നും നിങ്ങൾക്ക് ഇന്നതുപോലെ ഇങ്ങനെ ചെയ്താൽ എൻ്റെ കൺഫ്യൂഷൻ മാറും, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അത് രീതിയിൽ നിങ്ങൾ ചെയ്യും. ഇവിടെ നിങ്ങൾക്കിനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ കാരണം അത്രയ്ക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ കടന്നു വന്നവരാണ് നിങ്ങൾ. ഒരു പുഴു എങ്ങനെ ചിത്രശലമായിട്ട് ട്രാൻസ്ഫർ ആവുന്നില്ലേ, അതേപോലെ ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ. ഇവിടെ വളരെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്ഫർമേഷനിൽ കൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെയായി ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതും. ഇനി നിങ്ങൾക്ക് ഒത്തിരി ലൈഫിലെ സുന്ദരമായിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. പല സക്സസ്സും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ലൈഫിൽ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നതാണ്. ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. ഇവിടെ മുന്നേ പോലത്തെ ഊർജ്ജമല്ല ഇനി നിങ്ങളുടേത്. അത് ഒരാൾ വിഷമിപ്പിച്ചിട്ട് ഫ്രീ ആകുന്നു, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അവരോട്, നിങ്ങളിങ്ങനെ ഓരോരുത്തരും നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് പോകുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു ഊർജ്ജമല്ല ഇനി നിങ്ങളുടേത്. ഇവിടെ നിങ്ങൾ അവരോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഊർജ്ജം അതിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് തിരിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്നതാണ്. ഇവിടെ എന്തായാലും രണ്ട് ഊർജ്ജമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആ ഊർജ്ജത്തിന് ഒട്ടും തന്നെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ല. ഇവിടെ നിങ്ങൾ ഒന്നും ആലോചിച്ച് അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എനി ടൈം നിങ്ങളുടെ കൂടെ ഒരു ശക്തി ഉണ്ട്. ആ ഒരു ശക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരണമെന്നാണ്. ഇവിടെ ബേഡ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഗ്രീൻ കളറിൻ്റെ എനർജി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തയാണോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തയാണോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഹാനി വരുത്തുന്നു, ദ്രോഹിക്കുന്നു, ആ ചിന്തയാണോ, എന്തായിക്കൊള്ളട്ടെ, ഇവിടെ നിങ്ങളുടെ കൂടെ ഏതെങ്കിലും രീതിയിൽ ഒരു ശക്തി ഉണ്ട്. ആ ശക്തി നിങ്ങളെ ഏത് രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ഏതെങ്കിലും രീതിയിൽ ഒരു ഊർജ്ജം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആവത്തില്ല, ചില ആൾക്കാർക്ക് കണക്റ്റ് ആവും. പക്ഷേ ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇവിടെ എന്തായാലും ഒരു ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാനും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് മനസ്സിലാക്കും, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു ഇതിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതിൽ ഈ ലോകം നിങ്ങളെ അറിയും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഒരു ഊർജ്ജം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് അതിൽ ഒരു കോട്ടവും വരുത്താൻ ആരെ അനുവദിക്കരുത്. അത് നിങ്ങളുടെ കർത്തവ്യമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലേ ഭൂമിയിൽ. നിങ്ങൾ നിങ്ങളുടെ ആധാരത്തിൽ പറക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് വിജയം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.